പന്നൂൻ സിക്കുകാരനല്ല. തന്റെ സ്വന്തം കാര്യങ്ങൾക്ക് ഖാലിസ്ഥാൻ തീവ്രവാദികളെ ജസ്റ്റിൻ ട്രൂഡോ ഉപയോഗിച്ചു. ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ആരോപണമാണ് ബീഹാറിലെ പട്ന സാഹിബിലെ സുപ്രധാന ഗുരുദ്വാരയുടെ അധ്യക്ഷനായ ജഗ്യോത് സിംഗ് സോഹി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ സ്വന്തം കാര്യങ്ങൾ നടത്താൻ ഖാലിസ്ഥാൻ തീവ്രവാദികളെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉപയോഗിക്കുകയാണ് എന്നും ഇന്ത്യയെ അടിക്കടി ഭീഷണിപ്പെടുത്തുന്ന സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഖാലിസ്ഥാൻവാദികളുടെ സംഘടനയുടെ നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നൂൻ സിഖുകാരനല്ല എന്നും ജഗ്യോത് സിംഗ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ജഗ്യോത് സിംഗ് ജസ്റ്റിൻ ട്രൂഡോയെ കുറിച്ചുള്ള ഈ രഹസ്യമായ വെളിപ്പെടുത്തൽ നടത്തിയത്. ഖാലിസ്ഥാൻ ഭീകരവാദികളെ സ്വന്തം അവകാശങ്ങൾക്ക് ജസ്റ്റിൻ ട്രൂഡോ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ജഗ്യോത് സിംഗ് ആരോപണം ഒരു ഞെട്ടലോടെയാണ് ലോകം കേട്ടതും. ഖാലിസ്ഥാൻവാദികളുടെ സംഘടനയെന്ന് അവകാശപ്പെടുന്ന സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നൂൻ സിഖുകാരനല്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്രയും കാലം സിഖുകാരുടെ നേതാവ് എന്ന് അവകാശപ്പെട്ടാണ് ഗുർപത്വന്ത് സിംഗ് പന്നൂൻ ഇന്ത്യക്കെതിരെയും പ്രധാനമന്ത്രി മോദിക്കെതിരെയും എന്തിന് ഏറ്റവും ഒടുവിൽ അയോധ്യ ക്ഷേത്രത്തിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പതാകയെ അവഹേളിച്ച ഗുർപത്വന്ത് സിംഗ് പന്നൂൻ മാപ്പർഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അക്രമ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ ഞങ്ങൾ ഇളക്കുമെന്നും അയോധ്യയിലെ രാമക്ഷേത്രത്തിന് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവായിരുന്ന ഗുർപത്വന്ത് സിംഗ് പന്നൂൻ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ജഗ്യോത് സിംഗ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ്. പന്നൂൻ ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെ ഇന്ത്യയിലെ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. നവംബർ 16, 17 തീയതികളിൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് പന്നൂൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാനഡയിലെ ബ്രോംപ്ടണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോയിലാണ് ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും പന്നു പറഞ്ഞിരിക്കുന്നത്. സിഖ് ഫോർ ജസ്റ്റിസ് ആണ് ഭീഷണി വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. അക്രമ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ ഞങ്ങൾ ഇളക്കും എന്നാണ് വീഡിയോയിൽ പന്നൂൻ പറയുന്നത്. ഈ വർഷം ജനുവരിയിൽ രാമക്ഷേത്രം തുറന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളാണ് വീഡിയോയിലുള്ളത്. നേരത്തെ നവംബർ 1-നും 19-നും ഇടയിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്ര ചെയ്യരുതെന്നും പന്നൂൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരെ ആക്രമണം നടത്തുമെന്നും പന്നു ആഹ്വാനം ചെയ്തിരുന്നു. പ്രത്യേക സിഖ് രാഷ്ട്രം എന്ന ആശയം നടപ്പിലാക്കിയെന്ന ലക്ഷ്യത്തോടെ പന്നുവിന്റെ നേതൃത്വത്തിൽ SJF നിരന്തരമായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഖാലിസ്ഥാന്റെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ആവർത്തിച്ച് ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കാനഡയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഇത് തന്നെയായിരുന്നു. കാനഡയിലും US-ലും ഇരട്ട പൗരത്വമുള്ളയാളാണ് പന്നു. നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. രാജ്യദ്രോഹവും വിഘടനവാദവും ആരോപിച്ച് പന്നുവിനെ 2020 ജൂലൈ മുതൽ ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 2022-ലാണ് കേന്ദ്ര സർക്കാർ സിഖ് ഫോർ ജസ്റ്റിസിനെ നിരോധന സംഘടനയായി പ്രഖ്യാപിക്കുന്നത്. പഞ്ചാബി സിഖ് യുവാക്കളെ ആയുധമെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചതിന് UPI പന്നുവിന് നേരെ ചുമത്തിയിരുന്നു. ഇന്ത്യയിലെ വിവിധ ഭീകര ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പന്നുവിൻ ഏറ്റെടുത്തിട്ടുണ്ട്. 2023 ഏപ്രിലിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം ആസാം സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതേപോലെ 2023 ജൂണിൽ 2 മാസത്തിനുള്ളിൽ മറ്റു 3 പ്രമുഖ ഖാലിസ്ഥാനി നേതാക്കളുടെ മരണത്തിന് ശേഷം പന്നുവിൻ ഒളിവിൽ പോയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.